ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്കിപ്പം താൽക്കാലികമായിട്ട് ഇവിടെ നിന്ന് പോവേണ്ടി വന്നു. ഷൂട്ട് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അടുത്ത മാസമാണ് ബാക്കി ഷൂട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്കല്ല പോകുന്നത്, പക്ഷേ നമ്മളിവിടുത്തെ പരിപാടി കഴിഞ്ഞ് പോകുന്നത് ട്രെയിനിങ് സ്റ്റേറ്റ് സ്റ്റൺസിൻ്റെ ഒരു വർക്ക്ഷോപ്പ് തിരുവനന്തപുരം ഉള്ളൂർ നെസ്റ്റയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. രാവിലെ കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ ടൈം വന്നിട്ട് 8 മണിയായി. നാഗർകോവിലാണ് നമ്മളുള്ളത്. അൻവർ റെഡി ആയിട്ടുണ്ട്. അൻവർ എല്ലാം സെറ്റല്ലേ? എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ റൂം നമ്മളിതാ വന്നതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരു പ്രശ്നമില്ല. നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ബാക്കിയുള്ള ടീമുകളൊക്കെ റെഡിയായി താഴോട്ട് പോകുന്നുണ്ട്. നമ്മളിവിടെ നിന്ന് 2 പേര് കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കാറിലാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല പെയിനുണ്ട് കേട്ടോ ഈ സൈഡൊക്കെ. നൈറ്റൊക്കെ ആയ സമയത്ത് എൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. നൈറ്റൊക്കെ നല്ല പെയിനായിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ ഒരു സൈഡും നാക്കിൻ്റെ ഒരു സൈഡ് മാത്രമാണ് പെയിൻ. ഈ നേരം വിളക്കുമ്പോൾ കുറച്ച് കുറയും. ഇതേപോലെ കുടിനീര് ഇറക്കുന്ന സമയത്തൊക്കെ നല്ല പെയിനുണ്ട്, പിന്നെ ചുമയും. അപ്പോൾ നാട്ടിൽ പോയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ. ഓക്കെ, ഇതെന്തായാലും വാരി വലിച്ചു വരികയാണ്. പേഴ്സാ? എടാ, അത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നത് ഞാൻ കണ്ടതാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ. ബാക്കി ടീം താഴെ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ക്ലാസ്സല്ല, നമ്മുടെ അൻവറിൻ്റെ ക്ലാസ്സാണ്. ഇതെന്ത് ക്ലാസ്സാണ് എന്ന് പറയാം? അതെ, റണ്ണിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നല്ല ഇരുട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇതും വെച്ചുകൊണ്ട് ഇറങ്ങി പോണത്. ഓക്കെ, മറ്റുള്ള അവരെ റൂം നമ്പർ എത്രയായിരുന്നു? 206 അല്ലേ? അറിയത്തില്ല. ഓക്കെ, എന്തായാലും താഴെ ചെന്നിട്ട് നോക്കാം. ഓ, ഇത് ഇനിയും ഉണ്ടോ വരുന്നില്ല? ഇവിടെ ആരെയും കാണില്ല. ബൈ മിനി, ടാറ്റാ. ഓക്കെ, ചെക്കോട്ടോ ഉണ്ടാടാ വെളിയിൽ. അപ്പോഴേ നമ്മൾ പോകുന്നത് ഈ വണ്ടിയിലാണ് കേട്ടോ. ഇത് നമ്മുടെ അജയുടെ കാറാണ്. അത് നമ്മുടെ സാജിറ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അതിൻ്റെ അതിരിപ്പുണ്ട്. ഈ വണ്ടിയുണ്ട്. ഈ വണ്ടി നമ്മുടെ വിഷ്ണു ബ്രോയുടെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 വണ്ടിയിലായിട്ടാണ് പോണത്. തിരുവനന്തപുരം ഉള്ളൂർ വരെ അല്ല, ഞാൻ ഇതിൽ തന്നെ വീട് വരെ പോകുന്നു. ഇവർ ട്രിവാൻഡ്രത്തു നിന്ന് വേറെ ഇതായിട്ട് പോകും. നമ്മുടെ സാജറിൻ്റെ വണ്ടി അജയുടെ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് പോകണം. അപ്പോൾ അതുവഴി എനിക്ക് വർക്കല ഇറങ്ങാനും പറ്റും. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അതെ, ബൈ ബൈ നാഗർകോവിൽ. ഇനി അടുത്ത മാസം ബാക്കി ടീം അവിടെ റെഡി ആവുന്നുണ്ട്. എല്ലാരും ഹായ് കാണിക്കൂ. എല്ലാരും ഡാൻസ് കളിക്കും. പറഞ്ഞല്ലോ റൈറ്റ് എടുക്കുക. റോട്ടിൽ നോക്കി പോണോ? റോട്ടിൽ പിന്നെയും നോക്കാം. എടോ ഇങ്ങോട്ട് നോക്കണോ? അതെ.
ഇപ്പോൾ നമ്മൾ ഇത് സ്ഥലത്തിൻ്റെ പേരുന്നില്ല, ഏതോ ഒരു സ്ഥലം കളിക്കാണ്. കടുവാക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിട്ടാ. നല്ല വിശപ്പായി. എന്തെങ്കിലും കഴിച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ട് അല്ലേ, ജസ്റ്റ് ചെറുതായിട്ടൊരു ഹാഫ് ഷവായി. കേരളത്തിൽ ഇതേ കണക്കത്തെ റോഡ് വരണമെന്നല്ല എല്ലാവരും ആഗ്രഹിച്ചത്. വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ നെസ്റ്റയിലാണുള്ളത്. മുകളിൽ ആക്ടിങ് ക്ലാസ് കിടക്കുകയാണ് കേട്ടോ. നമുക്ക് ഫൈറ്റ് ക്ലാസ്സാണ്. നമുക്ക് അത് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫൈറ്റിംഗ് ക്ലാസ്. നമ്മൾ ആദ്യം വിചാരിച്ചത് രാവിലെ ഫൈറ്റിംഗ് ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം ആക്ടിങ് ക്ലാസ് എന്നാണ്. എല്ലാം കീഴ്മേൽ മറിഞ്ഞു. അണ്ണം പറയണ കേൾക്കണം. ഇത് സുമ്മാവാ ഇത് വേറെ പണിയില്ലാത്തോണ്ടേ വളർത്തണ. നീ അത് മനസ്സിലാക്കി വെച്ചോ. ഞങ്ങൾ ഈ കുട്ടൂസിന്റെ ലുക്കും വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മുന്നേ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ച് ക്യാപ്പിച്ചു തരാം. ആൾക്കാർ കേൾക്കണം. ഇത് ആൾക്കാർ കേൾക്കണം. കട്ട് ചെയ്തു ഇല്ലേ നീ ടെലികാസ്റ്റ് ചെയ്യാം. ട്രെയിനിങ് സ്റ്റേറ്റ് എന്താ സംഭവം? ഞാനേ അങ്ങോട്ട് എത്താനേ ഇവിടുന്ന് 102 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ മറ്റേ അജയിന്റെ കാറെത്താ വന്നത്. ഞാനും അജയും അനീഷും ഒരുമിച്ച് പോകുന്നത് അങ്ങോട്ട് അജയിന്റെ കാറിൽ. അപ്പോൾ അങ്ങോട്ട് എത്തണേ 102. അപ്പോൾ ഇവിടെ നാളെ ഷൂട്ടുണ്ട്. അപ്പോൾ ഷൂട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റും. ഇതിൽ റോള് ഉള്ളതുകൊണ്ടേ പേഴ്സണാണല്ലോ. അപ്പോൾ അത് ഇതായതാ. അപ്പോൾ ഞാൻ ഇവിടെ എത്തിട്ടോ. അതുകൊണ്ട് അവർ അതുല് വിളിക്കും. പിന്നെ കോഴിക്കോട് 2 ആൾക്കാരും കൂടി ഉണ്ട്. അതുപോലെ വിളിച്ചിട്ടോ. ഞാൻ നമ്പർ ഇട്ടുണ്ടേ. അത് കഴിയുമ്പോ തന്നെ രാജേട്ടാ ഇവിടെ പരിപാടിയല്ല, ഞങ്ങള് വരണ്ട. ഇവിടെ ആളായിക്കണേ. ഞാൻ എന്തായാലും അപ്പം തന്നെ നാളെ ഷൂട്ടിലിട്ടോ 5, 6, 7, 8 ആക്കിയിരിക്കുന്നു. ശരിയെന്നാണ് ഞാൻ ഇവന്റെ അടുത്ത് എന്റെ വീട് നേരിട്ടില്ല. ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു, നീ പോണ വഴിക്ക് എന്റെ വീട്, നീ വരുമ്പോ എന്നെ വിളിക്കണം. നീ പോണ വഴിക്കാണ് കയറാന്നുള്ളൂ. ഓൺ ദ വേ രാത്രി 2 മണിക്കോ എത്ര ഒഴിക്കണ്ട മോനെ. 2 മണി ഇനിയപ്പോ എന്താ ജോയിൻ ചെയ്യാൻ? 5, 6, 7, 8 പിന്നെ 24, 25. അത് അവരൊക്കെ ഇനി ഉണ്ടെന്ന് തോന്നുന്നു. കഴിച്ചു. സുഹൃത്തുക്കളെ, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മുകളിലേക്ക് പോവാണ് കേട്ടോ. നമുക്ക് ഇപ്പോഴല്ല ട്രെയിനിങ് തന്നെ കുന്തളത്ത് ബിരിയാണി കൊണ്ടുവന്നപ്പോൾ അതാ രണ്ടാമത്തെ. വരൂ, അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ അയ്യേ 3, 2, 1 action. Very good. Now 2. അടിച്ചോ. ഞാൻ കൗണ്ട് ചെയ്യാം. നോടി. Now 2. Again 3. ഈ കൈ കൊണ്ട് മാത്രം അടിച്ചാൽ മതി കേട്ടോ. വലത്തെ കൈ മാത്രം മതി. ഇല്ല, ഇഞ്ചറി ഉണ്ട്. ആണോ? ഓക്കേ എന്നാണ്. ഓക്കേ again 4. 5. ഓക്കേ, ഇനി ഈ സൈഡ് അങ്ങോട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്നുള്ള സൈഡ് അങ്ങോട്ട്. Ready? 3, 2, 1 action. ഓക്കേ, അടി കൊള്ളുന്നവൻ ഇങ്ങനെ പിടിക്കും. ഓക്കേ, അപ്പോൾ ഇവിടുന്നാ ചെയ്യുന്നേടാ. ഈ കൈ ഇവിടെ വെക്കുക, ഈ കൈ അടിക്കുക. അപ്പോൾ ആ സ്ലാപ്പിംഗ് സൗണ്ട് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ടൈമർ കാണും. ഈ അടി കൊണ്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിക്കാം. അങ്ങനെ നോക്കാം. ഓക്കെ റെഡി?
3, 2, 1, action. ഒരുമിച്ച് വരട്ടെ കേട്ടോ. ക്ലാപ്പ് ടെക് വരട്ടെ. ഓക്കെ 3, 2, 1, action. 3, 2, 1, action. Good one. ഇനി ഇതേ പ്രോസസ് തിരിച്ച് ചെയ്യാം. നിങ്ങൾ ഒന്ന് ക്ലാപ്പ് ചെയ്യണം. റെഡി 3, 2, 1, action. 2 ഇല്ല ഞാൻ അടിച്ചില്ല. ഓക്കെ റെഡി 1, 2. ഓക്കെ അപ്പൊ ഇത് ഇത്രയും സ്പേസിൽ കൈ വീശിയാൽ മതി. അപ്പൊ അയാൾ നോക്കാനുള്ള തിരിച്ചു വരാനുള്ള സമയം കൊടുക്കുക. എന്നിട്ട് രണ്ടാമത് കൈ ഒന്ന് വീശുക. ഇത്രയും കളിയുള്ളൂ കേട്ടോ. റെഡി? അപ്പൊ ഇവിടെ നിന്നാണ് ആദ്യം അടിക്കുന്നത്. ഇവിടെ നിന്നാണ് ആദ്യം അടിക്കുന്നത്. ഈ ലൈനാണ് ആദ്യം അടിക്കുന്നത്. ആദ്യത്തെ അടി അടിച്ചു. അയാൾ തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ അടി അടിക്കും. രണ്ടാമത്തെ ഇത്രയുള്ള പരിപാടി. ഓക്കെ ആ മുറി പിടിച്ചാൽ 3, 2, 1, ആക്ഷൻ. വെരി ഗുഡ്. ഓക്കെ അടുത്ത അടിക്കുന്നവർ മാത്രം മുന്നോട്ട് കയറുക. ഓക്കെ 3, 2, 1, ആക്ഷൻ. നെക്സ്റ്റ് 3, 2, 1, ആക്ഷൻ. തട്ടിയത് ശരി തട്ടിയോ? ഇല്ല. ഗുഡ്. ഓക്കെ നെക്സ്റ്റ് റെഡി ആക്ഷൻ. അടുത്ത് നെക്സ്റ്റ് വൺ റെഡി ആക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ. ഗുഡ് വൺ ഗുഡ് വൺ. തടഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചാടി എഴുന്നേറ്റ് അടുത്ത അടി വളരെ തേക്കണ്ട. റെഡി 3, 2, 1, ആക്ഷൻ. ഗുഡ് വൺ ഗുഡ് വൺ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഒരു മോത്തടി കൊണ്ട് ഇത്രയും കറക്കണ്ടായിരുന്നു. അല്ല ഞാൻ ഇനി വെരി ഗുഡ് അടിപൊളി. പയ്യെ എഴുന്നേറ്റ് കയ്യൊക്കെ മതി. ഞാൻ ഓക്കെ ആണ്. നിങ്ങൾ ഓക്കെ അല്ലേ? ആ പരിപാടി വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ 3, 2, 1, ആക്ഷൻ. നീ ഇത്ര പെട്ടെന്ന് ഓക്കെ ആയോ? നൈസ്. പയ്യെ എഴുന്നേറ്റ് കുഴപ്പമില്ല. അടിപൊളി. അടുത്ത് 3, 2, 1, ആക്ഷൻ. അടിപൊളി. അതന്നെ പയ്യെ എഴുന്നേറ്റ് തലയൊക്കെ കറങ്ങി പതുക്കെ എഴുന്നേറ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ റെഡി 3, 2, 1, ആക്ഷൻ. സ്പേസ് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങോട്ടൊന്നും കൈ കാട്ടരുത്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ 3, 2, 1, ആക്ഷൻ. യെസ്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ 3, 2, 1, ആക്ഷൻ. വെരി ഗുഡ്. അടുത്ത ആള് 3, 2, 1, ആക്ഷൻ. എന്താ ലൂസായിട്ട് നല്ല നല്ല ഫീൽ വരട്ടെ. ലൈറ്റ് ചിരി അടിക്കാൻ പോകുന്ന ചിരിക്കുന്നതാണ്. ഒന്നുകൂടെ കരിപ്പ് ഫുൾ കരിപ്പ് കരിപ്പോൺ. ഓക്കെ നെക്സ്റ്റ് വൺ 3, 2, 1, ആക്ഷൻ. എന്താ അടി അടിച്ചു? അപ്പോ എല്ലാവർക്കും കുടിക്കണം എന്ന് പറയുമ്പോൾ ആ കരിപ്പ് നിങ്ങൾ എന്തോരം തരുന്നു. ഇപ്പൊ ഞാൻ പെർഫോം ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു, ആക്ടിവിറ്റി ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ആക്ടിവിറ്റി ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇമോഷൻ ക്യാരി ചെയ്യാനും ആ ക്യാരക്ടറിന്റെ കൺസിസ്റ്റൻസി, അയാളുടെ കഥയുടെ കഥാപാത്രം എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞ് അതിനുപോലെ നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്താണ് ആ സിനിമയിൽ ആ ഒരു കഥാപാത്രമായിട്ട് നിങ്ങൾ മാറുന്നത്. ചിലപ്പോൾ ഇങ്ങനെ മരുന്ന് പോലെയുള്ള ഒരുത്തനെയായിരിക്കും ഭയങ്കര വില്ലനായിട്ട് കാസ്റ്റ് ചെയ്യാം അല്ലേ? അങ്ങനെയൊക്കെ വരും. അപ്പൊ ആ സമയത്ത് വിറപ്പിക്കുന്ന ഒരുത്തൻ ഇപ്പോ നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവും. പിരിഞ്ഞിരിക്കുന്നവനായിരിക്കും, പക്ഷെ അവനായിരിക്കും അവർ വിറപ്പിക്കുന്ന ഒരു കഥാപാത്രമായി മാറും. അതെന്താ? അവരാ പിടിക്കുന്ന പരിപാടിയാണ്. അവൻ രണ്ടടി അടിച്ചിട്ട് അവനിങ്ങനെ വന്നിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവൻ ഭീകരനാണെന്ന് നമുക്ക് കിട്ടും അല്ലേ? അല്ലാതെ ഭയങ്കര അവൻ പോയി അടിക്കുന്നത് മസ്കുലറായിട്ടുള്ള ഒരുത്തനായിരിക്കും. അവൻ ഇങ്ങനെ അടിക്കുന്നത് പേടിയുണ്ട് അല്ലേ? ആ സമയത്ത് ഈ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കയറും. ഈ ഹാർട്ട് ബീറ്റ് കയറുന്നത് എന്താണെന്ന് അറിയാം? എന്താ റീസൺ? ക്രഷ് തോന്നുമ്പോഴും ഈ ഇതേപോലെയുള്ള ഫൈറ്റ് മോഡ് ഓണാകുമ്പോഴൊക്കെ ഹാർട്ട് ബീറ്റ് കൂടും. അഡ്രിനാലിനെ പറ്റിയിട്ട് നിങ്ങൾ സ്കൂളിൽ എന്തായാലും കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട് മനുഷ്യന്. ഭീകരമായ ആക്സിഡന്റ് കഴിഞ്ഞു, നമ്മൾ വിറ്റ്നസ് ചെയ്തു. അടുത്ത മൊമെന്റിൽ ഒരാൾ എന്താ ചെയ്യാ? ചിലവർ അത് പോയിട്ട് പരിഹരിക്കും, ചിലവർ കണ്ണം വഴി പോകും, ചിലവർ നോക്കി നിൽക്കും, ചിലവർ പോകും. അതിന്റെ കാര്യത്തിൽ ബോധഘടന്റെ സയൻസ് എന്താണ്? ഒന്നുകൂടെ
3, 2, 1, action. റിയലിസ്റ്റിക് മീറ്ററിൽ ശരിക്കും ഒരാൾ ഇടിക്കാൻ വരുമ്പോൾ നമ്മുടെ കയറി പോകുമല്ലോ, ഈ എൻഡിൽ നിൽക്കുമല്ലോ. ഈ പരിപാടി എനിക്ക് കിട്ടണ്ടേ? അടിക്കാൻ വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്ന് പിടിച്ചു, പവർ കൊണ്ടുണ്ട്, അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കൊണ്ടുണ്ട്. ഇത് പിടിച്ചു, ഇതിനെങ്ങനെ തിരിച്ചു, ഇതിനെങ്ങനെ പൊക്കുന്ന സമയത്ത് അവിടെ ഓക്കെ, ഇത്ര ചെയ്താൽ മതി. അപ്പൊ ഈ സൈഡ് അടിക്കുന്ന ഇവിടുന്ന് അതിനൊന്ന് ബ്ലോക്ക് ചെയ്ത് ഒന്ന് തിരിച്ചു പിടിച്ച് ആക്ടിവിറ്റി കൃത്യം മനസ്സിലായോ? ഞാൻ എങ്ങനെ പിടിച്ചത് എന്നൊക്കെ കണ്ടോ? ഇങ്ങനെ പിടിച്ചേ ഒരു പ്രാവശ്യം പയ്യൊന്ന് ചെയ്ത് കാണിച്ചേ എല്ലാവരും. എന്നിട്ട് അതിനെ തിരിച്ചു നമ്മൾ ഈ റിസ്റ്റിലാണ് പിടിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോഴൊക്കെ ഒന്നുകൂടെ ചെയ്തോ കേട്ടോ. കറക്കി നീ കറങ്ങുക. ഓക്കെ, ഞാൻ നിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കി. ഓക്കെ, കറക്കിയ സമയത്ത് ഇവിടെ പിടിച്ച് ഈ സാധനം കൊണ്ട് ഇവിടെ ഇടിച്ച്. ഇത്രയൊക്കെ ഒരു ആക്ടിവിറ്റി വെറുതെ ബൈഹാർട്ട് ചെയ്യാൻ നോക്കും. ഇതിപ്പോൾ ഇതിനെ എത്ര ചെയ്യണമെന്ന് വെച്ചാൽ വെറുതെ ബൈഹാർട്ട് ചെയ്യാം. കാരണം കൊറിയോഗ്രാഫിന്റെ ലെങ്ത് കൂടുന്നവരും നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും, അത്രയും മൂവ്മെന്റ്. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? അടിച്ചപ്പോ മാറി ഫസ്റ്റ്. അപ്പൊ ഇതിന്റെ കൂടെ എല്ലാവരും ചെയ്യാം കേട്ടോ. ബ്രോ ഇതിന്റെ പറയുന്നത് മാറി. ഓക്കെ, ദെൻ 2 തിരിച്ചു വരുന്ന കൈനെ ഇവിടെ പിടിച്ചു. ഓക്കെ, ഇനി ഈ കൈനെ ഇങ്ങനെ ടൈറ്റ് ആക്കൊന്നും വേണ്ട. ഇതിനെങ്ങനെ തിരിഞ്ഞ് ഈ കൈനെ വേണ്ടോ ഇങ്ങനെ താഴെ വഴി കയറി. ഓക്കെ, എന്നിട്ട് ഈ തലപ്പ് ഇവിടെ പിടിച്ചു. ഇതിന്റെ താഴെ വഴി, താഴെ ഈ കൈ ഇതിന്റെ താഴെ വഴി പിടിച്ചു. ഓക്കെ, വെരി ഗുഡ്. കൈ അവിടെ പോയി മുട്ട് വെച്ച് താങ്ങി. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ആള്. Go, action. 1, 2, 3, 4, 5. Very good, very good, very good. Go, 1, action. Yes. അതായത് ആദ്യം തല കൊണ്ട് താഴ്ത്തി വെച്ചുകൊണ്ട് ഇന്നെ ചോദിക്കും എന്നല്ലതാ. അതായത് അയാൾ വലിച്ച് താഴ്ത്തി കൊടുക്കും അല്ലേ? അയാൾ നമുക്ക് വേണ്ടി ഇരിക്കാൻ നിന്നില്ല, നമ്മൾ ആ പേടിക്കണം. അതാണ് അതിന്റെ മൊമെന്റ്. റെഡി, ആക്ഷൻ. എവിടെ പോയി ഫുഡ് കഴിക്കാൻ? ഞങ്ങളെ ഫലൂഡ നേഷൻ, ഫലൂടി, പിന്നെ ഫോഴ്സ് ഓൺ ബോഡി, പിന്നെ ജ്യൂസ് കപ്പ്, പിന്നെ പാൻ ഫാക്ടറിയിൽ പോയിട്ട് ഒന്ന് ചില്ലടിച്ചു. ഇതൊക്കെയാണ് ഫുഡ്. എന്താ അസുഖം എന്ന് പറഞ്ഞത്? അസുഖം അല്ല, കാണുന്ന കുഴപ്പമില്ല. അതെന്താ? അപ്പൊ എനിക്ക് ഇത്രയും ആൾക്കാർക്കുള്ള ടെക്നിക്സ് മനസ്സിലാണ്. എപ്പോഴും ടെക്നിക്സ് റിപ്പീറ്റ് ചെയ്യും. ആൾക്കാർക്ക് പോകണം ഇവിടെ എല്ലാവരും ആളുകളായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് സ്കില്ലുകളൊക്കെ ഒന്ന് നോക്കാം അല്ലേ? റോൾ ചെയ്യാറുണ്ടോ? ഇങ്ങനെ വന്നിട്ട് 1, 2, 3 ഇവിടെ ചെന്നു. ഇതിന് നമ്മളിന്ന് റോൾ ചെയ്തു. എന്നിട്ട് എഴുന്നേറ്റിട്ട് നമ്മൾ പറയുകളൊക്കെ പോകണം. ഓക്കെ, ഓക്കെ അല്ലേ? ഒട്ടും റോൾ ചെയ്യാൻ പറ്റാത്ത ഇൻഡോർ ഉള്ളവർ ഒരിക്കലും ചെയ്യരുത്, ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, കൂൾ, റെഡി, ഒന്നോടെ. വെരി ഗുഡ്. പോട്ടെ. കണ്ടിന്യൂ. വിടാലോ. യെസ്, പയ്യെ ചെയ്താൽ മതി കേട്ടോ. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യണം. ഗുഡ്. ഓക്കെ. യെസ്, ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, നമ്മള് റോഡ് ചെയ്യുമ്പോൾ അഞ്ച് നമ്പറായോ?
1 action. So, action. എഴുന്നേറ്റ് നിൽക്കുക, കുറച്ച് നേരം നിൽക്കുക, എന്നിട്ട് പോവാം കേട്ടോ. എഴുന്നേറ്റ് നിൽക്കുക, എന്നിട്ട് പോവാം. നിങ്ങൾ സോമ്യയുടെ പോലെ ആക്ട് ചെയ്യുക. എങ്ങനെയാണ് സോമ്യയുടെ ആക്കുക? എങ്ങനെയാ റാൻഡമായിട്ടൊന്ന് സോമ്യയുടെ പോലെ ആണ്. ആണോ? ഇതാണ് പരിപാടി. ഞാൻ പെട്ടു. നിങ്ങൾ എങ്ങനെയൊക്കെ വരുന്നത്? എല്ലാവരും പതുക്കെ പതുക്കെ ഇവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എൻ്റെ നേരെ വരുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പിച്ചാത്തി ഈ സാധനം വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ് പരിപാടി. എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഈ സാധനം എൻ്റെ കയ്യിലുള്ളത് ഒരു ലോങ്ങിനെ കയറ്റി ഫിനിഷ് ചെയ്തു. വീണോ? ഓക്കെ. ഇതിനെ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കെട്ടി, ഇവിടെ കെട്ട് ചെയ്തു. ഓക്കെ. ഇതിന് ഇവിടെ കട്ട് ചെയ്തു. വീണോ? ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു. വീണോ? ഇത്രയും പരിപാടി ഉള്ളൂ. വേറെ മുമ്പോട്ടൊന്നുമില്ല. ഇത് പോലുള്ള ആളുകളുടെ സിനിമകൾ അന്നത്തെ ആ ഇൻഫ്ലുവൻസ് ആയിരിക്കും ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള ആൾക്കാരെ മാർഷൽ ആർട്സിലോട്ട് കാണിക്കുന്ന ഇൻട്രസ്റ്റ് പറയുന്നത്. ഇല്ല, മിക്കവാറും മാർഷൽ ആർട്സിൽ വന്നവരൊക്കെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒന്നുണ്ടാവും. അന്ന് അത് സ്പോർട്സിൽ നിന്ന് നോക്കി ഇതൊന്ന് ഇപ്പോൾ ഉള്ള റീസെൻ്റ് ഉള്ള ആളുകളൊക്കെ എന്തെങ്കിലും സ്പോർട്സ് ആയിട്ടൊക്കെ കാണുന്നത്. നമുക്കും സ്പോർട്സ് ഇല്ലായിരുന്നു. ഇതിനടിച്ച് താഴെയുള്ളതായാലും ഒത്തിരി പഠിക്കാൻ പോയി. ഓക്കെ. അപ്പോൾ അത് മാക്സിമം പ്രൊമോട്ട് ചെയ്തില്ല. പഴയ കാലത്ത് എനിക്ക് തോന്നുന്നത് അവസരം ചോദിച്ച് നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ കേട്ടത് ഞാനും അങ്ങനെ പോയി കാലഘട്ടത്തിൽ അവസരം ചോദിച്ചില്ല. കാരണം വെച്ചാൽ നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിനോട് സമാനമായ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നമ്മളേക്ക് മീറ്റ് ചെയ്യും സ്വാഭാവികമായിട്ട്. അങ്ങനെ കണ്ടാൽ മതി. എല്ലാവരും ആരുടെയും പോയി കേട്ടിൻ്റെ അവിടെ ചെന്ന അവസരം പ്രത്യേകമായി നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു ഒറ്റ പെൺകുട്ടിയാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുവിധം നമ്മുടെ വർക്ക്ഷോപ്പ് അത്രത്തോളം അങ്ങനെ ഒരുപാട് നമ്മളതിന് വേണ്ടിയായിരുന്നു. ഞാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യുന്ന അവസരം അപ്പോൾ ഓക്കെ, വർക്ക്ഷോപ്പ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഷബിൻ ഷാജി ഓടിയോ ഓടിയോ. അക്ഷയ് താങ്ക് യു സോ മച്ച് ഫ്രം ഹാർട്ട്. കാരണം നമ്മൾ ട്രാൻഡത്തിങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ ആദ്യമായിട്ടാണ്, പക്ഷെ ഞാൻ വിളിച്ചപ്പോൾ എല്ലാവരും നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്നു. ആൻഡ് യു ഓൾ ബിക്കം പാർട്ട് ഓഫ് us ആൻഡ് സി യുവർ ഫാമിലി. ഓക്കെ, താങ്ക് യു. ഓ മിനി ഒരു straight. Yeah.
ഓ മേലെ മാച്ചായിരുന്നു. അപ്പൊ ഓക്കെ പോവാം. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ ബൈ. ഓക്കെ ബൈ. പിന്നെ നേരെ വീട്ടിലോട്ട്. എൻ്റെ വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് അവിടെ നേരെ വീട്ടിലോട്ട്. എല്ലാവരും കൂടെ വരുന്ന വഴിയിൽ ചായ കുടിക്കാൻ ഇറങ്ങി കേട്ടാ. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ചായ കുടിക്കാനല്ല, വെള്ളം കുടിക്കാനായിട്ട്. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ചായ ഉണ്ടല്ലോ കേട്ടോ. എല്ലാ കഴിയും അതിന്റെ ഹൈലൈറ്റ് വരയ്ക്കാൻ കഴിഞ്ഞു. പോവാ കുടി. ഒരെണ്ണം താങ്കൾക്കാണ്. എനിക്കാണോ? അവനല്ലേ? അവര് കുടിച്ചല്ലോ. അല്ല താനല്ല, താനല്ലേ കുടിച്ചില്ല. പോവാം. അയാളുടെ പയ്യനാ സോൾജർ. ഓക്കെ ബൈ. ഷാജി നമ്മളെ പയ്യനാണ് കേട്ടോ, പട്ടാളക്കാരന്. അപ്പൊ അടുത്ത വരെ സെറ്റാക്കാം. ഓക്കെ എന്നൂറേ. ഓക്കെ പോട്ടാ. ഓക്കെ ബൈ. ഓക്കെ ബൈ. നേരെ വിട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. രുദ്രയൊക്കെ എന്നെ നോക്കിയിരിക്കുകയായിരുന്നു. എന്തിനൊക്കെ എവിടെ പോയിരുന്നെന്ന് എൻ്റെ അടുത്ത് ഭയങ്കര പിണക്കം കേട്ടാ. അപ്പോൾ ശരി എന്നാൽ ഇനി എല്ലാം കഴിക്കട്ടെ. നല്ല ക്ഷീണമുണ്ട് കേട്ടാ. കാറിലാണ് വന്നത്, ട്രെയിനിലല്ല. ഒന്നാമതേ എനിക്ക് കാറ് ശരിയാവത്തില്ല, കിളി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ വിഷയം നാളെ വരാം. ടാറ്റാ ടാറ്റാ.